ഹായ് ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഭൗതിക വികാസത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഈ ക്ലാസ്സിൽ ഭാഷാ വികാസത്തിന്റെ തലങ്ങളും അതെങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 3 ആൾക്കാരാണ് വരുന്നത്: ആൽബർട്ട് ബന്ദൂര, സ്കിന്നർ, ലെവ് വൈഗോട്സ്കി. കൂടാതെ ഒരു കുട്ടി സംസാരിച്ച് തുടങ്ങുന്നത് മുതൽ അത്യാവശ്യം ബെറ്റർ ആയിട്ട് എങ്ങനെയാണ് കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഭാഷാ വികാസത്തിൽ സ്കിന്നറുടെയും ബന്ദൂരുടെയും കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ലെവ് വൈഗോട്സ്കിയുടേതാണ് ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയുള്ളൂ. സോ സ്കിന്നർ ഭാഷാ വികാസത്തെ പറ്റി എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ബോക്സിലുള്ള അതേപോലെ അല്ല, അതിന്റെ ഒരു ഷോർട്ടായിട്ട് ഒരു ക്രോഡീകരിച്ചിട്ട് പറഞ്ഞുതരാം. ഭാഷ പരിസ്ഥിതിയുടെയും പ്രബലനത്തിലൂടെയുമാണ് വികസിക്കുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് പറയാം. അതുകൂടാതെ പരിശീലനവും ആവർത്തനവും എന്തിൽ പ്രധാനമാണ്, ഭാഷാ വികാസത്തിൽ പ്രധാനമാണ് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആൽബർട്ട് ബന്ദൂര ഇപ്രകാരമാണ് ഭാഷാ വികാസത്തെ പറ്റിയിട്ട് പറയുന്നത്. അത് നമുക്ക് ക്രോഡീകരിച്ചിട്ട് നോക്കാം. ഭാഷ മറ്റുള്ളവരെ നിരീക്ഷിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് വികസിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള ഒരാൾ സംസാരിക്കുന്നത് കാണുമ്പോഴാണ്, അത് നമ്മൾ കണ്ടിട്ടും ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഭാഷ, നമ്മളെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മളെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നാണ് ബന്ദൂര അഭിപ്രായപ്പെട്ടത്. സോ അടുത്ത നമ്മൾ നോക്കുന്നത് ലെവ് വൈഗോട്സ്കി ഭാഷാ വികാസത്തെ പറ്റി എന്താണ് പറഞ്ഞത് എന്നാണ്. സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയാണ് കുട്ടി ഭാഷ പഠിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്കഫോൾഡിംഗ് അഥവാ കൈത്താങ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ലെവ് വൈഗോട്സ്കിയാണ്. സ്കഫോൾഡിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കുട്ടിയുടെ പ്രകടനം ഉയരുമ്പോൾ ടീച്ചർ സഹായത്തിന്റെ ലെവൽ ക്രമീകരിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യും. ശേഷം അദ്ദേഹത്തിന്റെ തന്നെ കോൺട്രിബ്യൂഷനിലുള്ള സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD, ചില എക്സാംസിൽ ZPDയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. നമുക്ക് എന്താ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. CAL എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് കറന്റ് അബിലിറ്റി ലെവൽ. ഒരു കുട്ടി ഇപ്പോൾ എങ്ങനെയാണ് എത്തി നിൽക്കുന്നത് എന്നാണ് ഈ CAL. അപ്പോൾ ആ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. CAL കറന്റ് അബിലിറ്റി ലെവൽ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അതാണ് അതിൽ അർത്ഥമാക്കുന്നത്. പിന്നെ ഉള്ളതാണ് PAL എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അബിലിറ്റി ലെവൽ. കുട്ടി ടീച്ചറുടെ കൈത്താങ്ങോടെ അല്ലെങ്കിൽ സ്കഫോൾഡിങ്ങോട് കൂടി ഉയർന്ന ലെവലിൽ എത്തുക എന്ന് വെച്ചാൽ നമ്മളെ ടീച്ചർ ഒരു സപ്പോർട്ട് നൽകി, ഒരു കൈത്താങ് നൽകി ഉയർന്ന മേഖലയിലേക്ക് എത്തിക്കുക. ഓക്കെ, അതാണ് പാൽ. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഏറ്റവും പീക്ക് അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ഒരു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഈ CALനും PALനും ഇടയിലുള്ള കറന്റ് അബിലിറ്റി ലെവലിനും പൊട്ടൻഷ്യൽ അബിലിറ്റി ലെവലിനും തമ്മിലുള്ള ഈ അന്തരമാണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷയും ചിന്ത എന്ന ഒരു ഇതിൽ വരുന്നതാണ്. ഓരോന്നിനും സ്വതന്ത്രമായിട്ട് വികസിക്കുന്നു, പിന്നീട് അത് ലയിക്കുകയും ചെയ്യുന്നു. ഇവക്ക് ബാഹ്യമോ സാമൂഹികവുമായ ഉത്ഭവം ഉണ്ടായിരിക്കും. ഭാഷാ വികാസത്തിൽ നോം ചോംസ്കിയുടെ തിയറി എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. സ്വയം ഭാഷണം അല്ലെങ്കിൽ കുട്ടി തനിയെ തന്നോട് അല്ലെങ്കിൽ സ്വയം സംസാരിക്കുന്ന ഘട്ടം, ഇത് വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇല്ലാതാവും. നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ സ്വയം ഇങ്ങനെ സംസാരിക്കും, അത് വളരുന്നതിനനുസരിച്ച് ഇല്ലാതാവും എന്നാണ് നോം ചോംസ്കി അഭിപ്രായപ്പെടുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് നോം ചോംസ്കിയാണ്. ചിലപ്പോൾ ചില ടൈമിൽ പരീക്ഷയ്ക്ക് ഇത് ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. ജന്മസിദ്ധമായി ഭാഷ സ്വായത്തമാക്കാൻ ബുദ്ധിയുള്ള ഘടകം, ഇതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവഭാഷാ വ്യാഖ്യാന സിദ്ധാന്തം, യൂണിവേഴ്സൽ ഗ്രാമർ. എല്ലാ ഭാഷയും ഉണ്ടാകുന്നത് പൊതുവായ ഒരു വ്യാഖ്യാന ഘടനയിൽ നിന്നാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നൈതിക വികാസം, സാൻമാർഗിക വികാസം, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോറൻസ് കോൾബർഗ് ആണ്. അദ്ദേഹം പറഞ്ഞത് കുട്ടികൾ ധാർമ്മികതയും ധാർമ്മിക യുക്തിയും എങ്ങനെ വികസിപ്പിക്കുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത്. അദ്ദേഹം കുട്ടികളുടെ നൈതിക വികാസത്തെ 3 തലങ്ങളായും അതിൽ ഉൾപ്പെടുന്ന 6 ഘട്ടങ്ങളായും കോൾബർഗ് തരംതിരിച്ചു. ഇതിന്റെ മുന്നോടിയായി അദ്ദേഹം വ്യത്യസ്ത പ്രായക്കാരോട് പറയാനായി 11 കഥകൾ തയ്യാറാക്കി. ക്യാൻസർ രോഗിയായ ഒരു ഭാര്യയുള്ള ഒരു ഭർത്താവിനെ കുറിച്ചിട്ടായിരുന്നു ഈ കഥയിൽ ഉണ്ടായിരുന്നത്. ഒരു പ്രത്യേക മരുന്ന് നൽകിയാൽ അവളുടെ ജീവൻ എന്ത് ചെയ്യാം, ആ ഭാര്യയുടെ ജീവൻ എന്ത് ചെയ്യാം, രക്ഷിക്കാം. എന്നാൽ മരുന്ന് കച്ചവടക്കാരൻ അതിന് 10 ഇരട്ടി വിലയാണ് ആവശ്യപ്പെടുന്നത്. ഭർത്താവിന്റെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ, അതിന് പകുതി വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തുകക്ക് മരുന്ന് നൽകാൻ കച്ചവടക്കാരൻ തയ്യാറാകാത്തതിനാൽ നിവൃത്തി കേടുകൊണ്ട് ഒടുവിൽ ആ ഭർത്താവ് ആ മരുന്ന് മോഷ്ടിക്കുകയും ഭാര്യയുടെ രോഗം മാറ്റുകയും ചെയ്യുന്നു. ഇതാണ് ഹെയ്ൻസ് ഡിലിമ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ കഥയിലൂടെ ഭർത്താവിന്റെയും മരുന്ന് കച്ചവടക്കാരന്റെയും നടപടികൾ ശരിയോ തെറ്റോ എന്ന ചോദ്യമാണ് കോൾബർഗ് ജനങ്ങളോട് ചോദിച്ചത്. വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് വന്നത്. നൈതിക പ്രശ്നങ്ങൾ അടങ്ങിയ ഈ ചോദ്യങ്ങൾക്ക് വ്യത്യസ്ത പ്രായത്തിലുള്ളവർ വ്യത്യസ്തമായ രീതിയിലാണ് ഉത്തരങ്ങൾ നൽകിയത്.
അദ്ദേഹത്തിനെല്ലാം കൂടെ ഒരു നിഗമനത്തിൽ എത്തുകയാണ് ചെയ്തത്. ഈ ഉത്തരങ്ങളിലെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ഓരോ വ്യക്തികളും ഓരോ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രായം കൂടുന്നതിനനുസരിച്ച് വ്യക്തികൾക്ക് സ്വയം മികച്ച നിലപാടുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾക്കൊരു 10 വയസ്സാകുമ്പോഴുള്ള നിലപാടായിരിക്കില്ല ഒരു 20 അല്ലെങ്കിൽ ഒരു 40ലേക്കൊക്കെ അടക്കുമ്പോൾ. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളെ നിലപാടുകളിലും ഒന്നുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സോ ഇതിന്റെ കണ്ടിന്യൂസ് ഡിസ്കഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. താങ്ക് യു.